ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മൺഡേ വ്ലോഗാണ്. സൺഡേ വ്ലോഗ് എടുത്ത് എൻ്റെ തളർച്ചയിൽ ഇതാ ഇവിടെ വന്ന് കിടക്കുക. കഴിഞ്ഞ ദിവസം ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലായിരുന്ന കുഞ്ഞൻ. അപ്പോൾ ഇന്നായപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ബുദ്ധിമുട്ടും വേദനകളൊക്കെ ആയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തീരെ വയ്യായിരുന്നു കേട്ടോ. കാലിങ്ങനെ നിലത്ത് കുത്താൻ വയ്യ, അത്രയ്ക്ക് അങ്ങ് വേദനയായിരുന്നു, ബാക്ക് പെയിനും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ബെഡ് റെസ്റ്റ് ആണ് എന്നും പറഞ്ഞിട്ട് അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോയില്ല. ആൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് റെസ്റ്റ് എടുത്താലേ മാറത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ വേദനയും വെച്ചിട്ട് പോയ ആൾ ഒരു 10 മണി ആവുന്നതിന് മുമ്പേ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഞാനും പറഞ്ഞു പോകണ്ട, ഇനി ഇപ്പം ഇത്രയും വയ്യാഞ്ഞിട്ട് ഇനി പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയില്ല. അങ്ങനെ ഇന്ന് 3 നേരം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുൾ റെസ്റ്റാണ് എന്ന് വേണം പറയാം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയും മേടിച്ചു. പിന്നെ 2 പൊറോട്ട എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാര്യം ആയെന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ഇടിയപ്പം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇല്ല, കൊള്ളി മാതിരി ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇങ്ങനെ കറി ഒഴിച്ചിട്ട് പോലും അത് കുതിരുന്നില്ല, ഇങ്ങനെ കൊള്ളി പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇനി ഇന്നലത്തേക്കാണ് ചൂടാക്കിയതാണോ, എന്നാലും ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് നല്ലപോലെയല്ല ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല, അത്രയ്ക്ക് തണുത്ത് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. എനിക്കത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിന് പ്രശ്നമായി, ലൂസ് മോഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വയറിന് ഭയങ്കര ബുദ്ധിമുട്ടും ഒരു വേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കയറി കിടന്നു കേട്ടോ. എന്നെക്കാളും മുന്നേ വന്ന് കിടക്കുവാണോ എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. പാവം തോന്നി കേട്ടോ, ആൾക്ക് തീരെ വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഇടിയപ്പമൊക്കെ എല്ലാം മേടിച്ച് ഇന്ന് അങ്ങനെ ഊണ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഊണാട്ടം മേടിച്ച് നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം 2-3 തൊടുകറി ഉള്ളെങ്കിലും ഒഴിച്ചു കറി 4-5 കൂട്ടുണ്ടായിരുന്നു. സാമ്പാർ, മോര്, രസം, പരിപ്പ്, മീൻകറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചീനി കുറച്ച് ഉണ്ടായിരുന്നു. ചീനി മീൻസ് കപ്പ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷെ മീൻകറി ഇട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഒരു പായസം കൂടെ കുടിച്ചപ്പോൾ അടിപൊളിയായി. ഒരു പ്രഥമനായിരുന്നു കേട്ടോ, അടപ്രഥമനായിരുന്നു പായസം ഉണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കേട്ടോ ഈ അടപ്രഥമൻ, ഭയങ്കര ഇഷ്ടമാണ്. ഈ സേമിയ പായസം എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടമല്ല, പക്ഷെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സേമിയ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ സേമിയ പായസം കഴിക്കാൻ തുടങ്ങി തന്നെ, അല്ലാതെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പായസമൊക്കെ കുടിച്ചു, അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച ഉടനെ ഞാൻ വീണ്ടും ബാത്റൂമിൽ പോയി. കാരണം എനിക്ക് വയറിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ഒരു ദിവസം ഫുള്ള് ആ വയറിന് ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫാമിലി മെമ്പറായ ജിഷയുടെ മകളുടെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 23 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഇന്നങ്ങ് വിഷസ് അറിയിക്കാമെന്ന് വിചാരിച്ചു അഡ്വാൻസ് ആയിട്ട്. കാരണം നാളെ എനിക്ക് വീഡിയോ ഇടാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് പിന്നെ ഇന്നങ്ങ് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ മോളുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ പേര് എടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജിഷയുടെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളു, ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. മുഹമ്മദ് സുഹൈബിൻ്റെ മക്കളായ അച്ചുനും അപ്പൂനും, മുഫി റാഫി മക്കളായ മുത്തൂനും പൊന്നൂനും, അഖില പ്രേം, പവിത്ര പവി, പൊന്നൂസ്, അഞ്ജു പ്രമോദ് എന്നിവരായിരുന്നു കേട്ടോ നമ്മളോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഹായ് ഉണ്ട്. പിന്നെ ആ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ കുറേ പേരുടെ പരാതിയാണ് നമ്മൾ ഹായ് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ വീഡിയോസിനകത്തും ഞാൻ മിക്ക പേരുടെയും പേരുകൾ പറയാറുണ്ട്. നിങ്ങൾ പറയുന്ന ആ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുവാണെങ്കിൽ ആ ഒരു കമൻറ്റ് ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഞാനൊരു ബുക്കിനകത്ത് നിങ്ങളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ എഴുതി വെക്കട്ടെ. ഇപ്പോൾ വിഷസ് അറിയിക്കാനായാലും ഹായ് പറയാനായാലും ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു സമയത്താണ് വിഷസിൻ്റെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഡിലേ വരുന്നത്, എനിക്ക് ചിലപ്പോൾ ആ ഒരു ദിവസം വീഡിയോസ് ഇടാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ മാത്രമാണ് ആ ഒരു ദിവസം വീഡിയോസ് ഇട്ടില്ലെങ്കിൽ അന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പിറ്റേ ദിവസമായാലും പറഞ്ഞിരിക്കും, അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചിലരും ഇപ്പോൾ ചോദിക്കാറുണ്ട് ഞങ്ങളായതുകൊണ്ടാണോ പറയാത്തത്, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളായതുകൊണ്ടാണോ? എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. ഞാൻ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു വലിയ പ്രസക്തിയും ഇല്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരാളല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ
എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാവുന്നേയില്ല. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞൻ അവിടെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഫുഡ് മേടിച്ചതിൻ്റെയൊക്കെ പേപ്പറുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി പിന്നെ തീയിട്ട് കളഞ്ഞു. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകിയിടാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്നും വാരിയിട്ട് കഴുകിയില്ല. കുഞ്ഞിൻ്റെ യൂണിഫോം 2 അഴുക്കായി കിടന്നുകൊണ്ട് പിന്നെ അതങ്ങ് കഴുകി. പിന്നെ ഒന്ന് തേച്ചിട്ട് പിന്നീട് സോപ്പ് പൊടിക്കാത്ത ഇങ്ങനെ ഒലച്ചാക്കി ഇടാറാട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ ഇതാ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കട്ടൻ ഇട്ടു. കുഞ്ഞിനോടി വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, പൊക്കോണം മാറി എന്നും പറഞ്ഞിട്ട്. കാരണം ഞാൻ ഇടത്തില്ല, നീ എന്തിനാ ഇടാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും കുഞ്ഞിനും കൂടെ ഒരു ഹെൽപ്പ് ആവുമല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കിടന്നു പോയാൽ പാടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. ഇപ്പം തുണി കഴുകുന്നതായാലും ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത്. തുണി നമുക്ക് പിന്നെ ആയാലും എങ്ങനെയെങ്കിലും ഇങ്ങനെ നനച്ചൊക്കെ ഇടാം. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ദിവസമൊക്കെയാണ് ഒരു ഡ്രസ്സ് ഇടുന്നത്. കാരണം അഴുക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഒരേ കിടപ്പല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു ജോഡി ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യും. എപ്പോഴും എന്ന് ഊരിയിട്ട് ആരെ കഴിവുന്നത്. അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനും പാടാണ്. അതുകൊണ്ടൊക്കെ ഇപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഈ കുക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോ നമുക്ക് പാടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുഞ്ഞിന് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലാതെ വേറെ ഒരു രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല, ഈ ഒരു പ്രശ്നം മാത്രം. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്നൊക്കെ അങ്ങ് മേടിച്ച് കഴിക്കാമെന്നങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രൈഡ് റൈസ് മേടിച്ചു, വെജിറ്റബിളിൻ്റെ തന്നെ. പിന്നെ അതാ മേടിച്ചത്. എന്ത് മേടിക്കുമെന്ന് അങ്ങ് ടെൻഷനായിട്ടോ ഓരോ ദിവസവും. അങ്ങനെ പിന്നെ അതും കഴിച്ചു. എനിക്കിപ്പോഴും വയറിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞൻ കഴുകിയൊക്കെ വെച്ചു. അധികം ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചായ ഇട്ട പാത്രങ്ങളേ ഉള്ളായിരുന്നു. നമ്മൾ പുറത്തുനിന്നല്ലേ ഫുഡൊന്നും ഫുള്ള് മേടിച്ചത്. അതുകൊണ്ട് കഴുകി പറക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണമായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ പിന്നെ കുഞ്ഞൻ വെച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.